ജനവിധി എന്ത് എന്നറിഞ്ഞിട്ട് ഇന്ന് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. മെയ് 4-ാം തീയതിയായിരുന്നു കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ആയിരുന്നു വോട്ടെണ്ണൽ. ആ വോട്ടെണ്ണലിൽ കൃത്യമായ സന്ദേശം ആണ് കേരള ജനത ഇത്തവണ നൽകിയത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്ര വിജയം ആണ് ഇത്തവണ UDF നേടിയത്. 100-ൽ അധികം സീറ്റുകളുമായി ഭരണത്തിൽ ഏറുന്നതിനുള്ള സാഹചര്യം ആണ് കേരളത്തിലെ വോട്ടർമാർ UDFന് നൽകിയത് എന്നതു മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്ക് ആണ് ഇപ്പോൾ കോൺഗ്രസിന് നേടാൻ സാധിച്ചത്. അങ്ങനെ സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അതുപോലെയായിരുന്നില്ല. ഇപ്പോഴിതാ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ചുമതലയേറ്റു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. അവിടെ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എങ്കിലും സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. അവിടെയും ചെറു പാർട്ടികളുടെ പിന്തുണയോടുകൂടി വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി. അസമിന്റെ മുഖ്യമന്ത്രി നാളെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അവിടെ BJPയുടെ അധികാര തുടർച്ചയാണ്. പുതുച്ചേരിയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. പുതുച്ചേരിയിൽ പ്രതീക്ഷിച്ചതുപോലെയാണ്. പക്ഷേ കേരളത്തിൽ ഇത്രയും വലിയ മെജോറിറ്റി UDFന് ലഭിച്ചിട്ടും മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും കേരളം മുഖ്യമന്ത്രി ആര് എന്ന് അറിയുന്നതിനുള്ള കാത്തിരിപ്പിലാണ്. തീർച്ചയായും കേരളത്തിലെ ജനത ഒന്നടങ്കം ചോദിക്കുന്നത് ഹൈക്കമാൻഡിനോടാണ്. നിലവിൽ മുഖ്യമന്ത്രി തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് 3 നേതാക്കളുടെ പേരുകൾ, KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഈ പേരുകൾ മെയ് 4-ാം തീയതിക്ക് മുമ്പ് തന്നെ ചർച്ച ചെയ്തു തുടങ്ങിയതാണ്. അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം ഇത് ആണ് എങ്കിൽ ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നതൊക്കെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന് കൂടിയാലോചനകൾ നടത്താൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഒട്ടേറെ കാര്യങ്ങൾ വരാൻ പോകുന്ന സർക്കാരിന് അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ന്യൂസ് 10 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഒരു പക്ഷേ പുസ്തക വിതരണം അടക്കം വൈകിയാൽ അത് പഴയ സർക്കാരിന്റെ തലയിൽ വെച്ച് ഊരാൻ സാധിച്ചേക്കാം. അതല്ല എങ്കിൽ ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത്. കേരളത്തിലുടനീളം തദ്ദേശ സ്ഥാപനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടും ഏകോപിപ്പിച്ചുകൊണ്ടും മഴക്കാലത്തെ നേരിടുവാനുള്ള തയ്യാറെടുപ്പ് വേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനോ മന്ത്രിസഭയെ നിശ്ചയിക്കാനോ വകുപ്പുകൾ വീതിച്ചു നൽകാനോ ഇപ്പോഴും UDFന് സാധിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥത തന്നെയായാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ആ ഹൈക്കമാൻഡിൽ ആശയക്കുഴപ്പം തുടരുന്നു എന്ന സംശയമാണ് ബാക്കിയാകുന്നത്. ഒരു ഫോർമുല ഉരുത്തിരിയാൻ എന്താണ് താമസം എന്നത് തന്നെയാണ് ഇപ്പോഴും ചോദ്യമായി ശേഷിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം വീതം വയ്ക്കുമോ എന്ന ചോദ്യവും നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയാണ് നമ്മൾ പരിശോധിക്കേണ്ടതായി വരുന്നത്. ഹൈക്കമാൻഡിന് മുന്നിൽ നിരവധിയായ സാഹചര്യങ്ങൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് MLA-മാരുടെ പിന്തുണ സംബന്ധിച്ച് തന്നെയാണ്. തീർച്ചയായും MLA-മാരുടെ പിന്തുണ ആർക്ക് എന്നത് സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനപ്പുറത്ത് പൊതു സ്വീകാര്യതയ്ക്ക് ഇത്തവണ ഊന്നൽ നൽകുന്നുണ്ടോ? നേതാക്കളുടെ അഭിപ്രായങ്ങൾക്കാണോ പ്രഥമ പരിഗണന നൽകുന്നത്? ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾ എത്രത്തോളം മുഖവിലക്കെടുക്കുന്നുണ്ട്? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ ഹൈക്കമാൻഡിന് ഒരാഴ്ച കഴിഞ്ഞിട്ടും സാധിക്കാതെ പോകുന്നു. അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ഒരു നിരാശ പടർത്തുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇതൊന്നും കേരളത്തിലെ കോൺഗ്രസിൽ പുതുമയുള്ളതല്ല എന്നൊക്കെ ചരിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. പക്ഷേ സാഹചര്യങ്ങൾ മാറുകയാണ്, രാഷ്ട്രീയ പശ്ചാത്തലം മാറുകയാണ്, കാലം മാറുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി അടക്കം തീരുമാനിക്കുന്നതിലുണ്ടാകുന്ന താമസം ചോദ്യം ചെയ്യപ്പെടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കിരൺ ബാബു, തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ എന്നിവർ ആണ് ചേരുന്നത്. ആദ്യം കിരൺ, ഇതാ ദിവസങ്ങളായി മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കേരളത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ അറിഞ്ഞ് നിരീക്ഷകർ ഡൽഹിയിലെത്തിയിട്ടും ദിവസങ്ങളാകുന്നു. 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണമെന്ന് നമുക്കറിയാം. പക്ഷെ ഓരോ ദിവസവും വോട്ടർമാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം, പ്രഖ്യാപനം ഇന്നോ നാളെയോ പ്രതീക്ഷിക്കാമോ കിരൺ? പ്രതീക്ഷിക്കാൻ നമുക്ക്, പക്ഷെ അക്കാര്യത്തിൽ ഉറപ്പ് പറയാൻ നമുക്കാവില്ല.
കാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മടങ്ങി ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ചർച്ചകളൊക്കെ നടത്തിയ ശേഷമാവും തീരുമാനമെടുക്കുക. ഇന്ന് വൈകുന്നേരമോ നാളെയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അത്തരമൊരു ഉറപ്പും ഒരു നേതാക്കൾക്കും ലഭിച്ചിട്ടില്ല. നമ്മളും ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു സൂചനയോ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഈ നേതാക്കളുമായിട്ടുമൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. അവർക്കും ആ തരത്തിലേക്ക് ഇന്ന സമയത്ത് ഇത് ഉണ്ടാവും എന്നൊരു ഉറപ്പില്ല. ഇവരെ സംബന്ധിച്ച് ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിൽ അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ അവർ തീരുമാനമെടുത്തെന്ന് 2 ദിവസം കഴിഞ്ഞ് പറയാം എന്ന് കരുതിയിരിക്കുകയല്ല. അവർക്ക് തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതിന് അവരുടെ മുന്നിൽ ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. സോണിയാഗാന്ധിയുടെ അഭിപ്രായം തേടിയിട്ടുണ്ട്. സോണിയാഗാന്ധി സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ സോണിയാഗാന്ധിയുടേതായ ഒരു രീതിയുണ്ട്. അവരുടെ പെട്ടെന്നൊരു ഉത്തരം പറയുകയല്ല. അവർ ആ വിഷയങ്ങളൊക്കെ പഠിച്ച് സോണിയാഗാന്ധിയുമായി വിശ്വാസമുള്ള നേതാക്കളുമായിട്ടൊക്കെ അഭിപ്രായം തേടി അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും സോണിയാഗാന്ധി എ കെ ആന്റണിയുടെ അഭിപ്രായം തേടാൻ സാധ്യതയുണ്ട്. എ കെ ആന്റണിയുടെ ഭാഗത്തു നിന്ന് എന്താണ് കേരളത്തിന് ഗുണകരമാകുന്നത് എന്നൊരു അഭിപ്രായം തേടാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമൊക്കെ ഇതിൽ തീരുമാനത്തിൽ നിർണായകമാകാൻ സാധ്യതയുള്ളതെന്നാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ കെ സി വേണുഗോപാലുമായോ വി ഡി സതീശനുമായോ രമേശ് ചെന്നിത്തലയുമായോ ഒരു ചർച്ച ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്നതിന് തൊട്ട് മുമ്പ് അവരെ വിളിച്ച് അറിയിക്കാൻ സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ല. 3 പേരും കൃത്യമായി ഉറപ്പ് നൽകിയതാണ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും അത് ഞങ്ങൾ പൂർണ്ണമായും അനുസരിക്കുമെന്നും അതിനോടൊപ്പം നിൽക്കുമെന്നും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ എതിരായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യില്ല എന്നത് അവർ 3 പേരും ഉറപ്പ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് അവരെ വിളിച്ചറിയിക്കുമെന്നതിലും കാര്യമായ ഒരു ഉറപ്പുമില്ല. മറ്റൊന്ന് ഘടകകക്ഷികളെ വിളിച്ച് ചർച്ച ചെയ്യുന്നൊക്കെ പറ്റില്ല. അങ്ങനെ ഒരു ഘടകകക്ഷിയിൽ വിളിച്ചിട്ട് ചർച്ചയൊന്നുമില്ല. ഘടകകക്ഷികളുടെ അഭിപ്രായം തേടി എന്നതിനപ്പുറത്തേക്ക് ഘടകകക്ഷികളുമായി ഇനി കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കാൻ ഘടകകക്ഷികളുടെ അഭിപ്രായം പാലിച്ച് മാറ്റിയെടുക്കുക അങ്ങനെ ഒരു രീതി കോൺഗ്രസിന് എന്തായാലുമില്ല. ഇനി ചർച്ചയും അത്തരത്തിലില്ല. ഘടകകക്ഷികളെ ചിലപ്പോൾ അറിയിച്ചേക്കും ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ അധ്യക്ഷൻ ഇതാണ്, അയാളാണ് മുഖ്യമന്ത്രി ആവുന്നത് എന്ന് ഘടകകക്ഷികൾ അറിയിച്ചേക്കും. അതിനപ്പുറത്തേക്കില്ല. പക്ഷേ കേരളത്തിൻ്റെ പൊതു സാഹചര്യം, കോൺഗ്രസിൻ്റെ ഭാവി, പൊതുവികാരം, കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ഹൈക്കമാൻഡ് പരിശോധിക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ തേടിക്കഴിഞ്ഞാൽ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഒരുമിച്ച് ഇരുന്നോ അല്ലെങ്കിൽ ഫോണിലോ അവരൊരു ഡിസ്കഷനിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ തീരുമാനം അനൗൺസ് ചെയ്യുന്നു. അതാണ് പ്രോസസ്സാണ് ഇനി മുന്നിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.